നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ചെമ്മീനെല്ലാം ഞാൻ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും ചെമ്മീൻ ഇപ്പോൾ ഞാനിവിടെ 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രോൺസ് നൂഡിൽസ് ആണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായി ഞാനൊരു 500 ഗ്രാം ചെമ്മീൻ 2 പീസായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഗാർലിക്, നമ്മുടെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ടൊമാറ്റോ കെച്ചപ്പ്, ഒലിവ് ഓയിൽ, പെപ്പർ പൗഡർ, ക്രഷ്ഡ് ചില്ലി, വിനെഗർ, ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ചോപ്പ്ഡ് ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം. നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്ത ക്യാരറ്റ് ആണ്. അതുപോലെ തന്നെ ബീൻസ്, കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം നമുക്ക്. കുറച്ച് കുരുമുളക് പൊടി, നമുക്ക് ഇനി ഇതൊന്ന് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി കിട്ടണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊരു 2-3 മിനിറ്റ്സ് വെജിറ്റബിൾസ് ഒക്കെ കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രോൺസും ഇട്ട് കൊടുക്കാം. ഇത് ഇപ്പോൾ നമ്മൾ പ്രോൺസ് നൂഡിൽസ് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോഴേക്കും അതിനകത്തുള്ള മസാലയാണ്. ഇത് പ്രോൺസിൻ്റെ മസാലയാണ്. അപ്പോൾ നമ്മൾക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മസാലയായിട്ട് ഇത് മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. വേറെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റ്സ് ഇത് മൂടി വെക്കണം.
അതായത് നമ്മുടെ പ്രോൺസ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചെമ്മീനും ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കതൊന്ന് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കണം. നമുക്കിനി വേറൊരു പാൻ വെച്ച് നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാക്കറ്റ് നൂഡിൽസിന് 400 ml വാട്ടറാണ് അളവ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ ഗ്ലാസ് വെള്ളമാണ് ഒരു പാക്കറ്റ് നൂഡിൽസിനായിട്ട് കണക്കാക്കി എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തു വെച്ച 3 പാക്കറ്റ് നൂഡിൽസ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവേ. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഒന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് കുക്കാവാൻ ടൈം എടുക്കും. നമുക്കിതൊരു മൂടി കൊണ്ട് മൂടിയതിന് ശേഷം ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ആക്കി നോക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. എല്ലാം ഇതായിട്ടുണ്ട്. 2 മിനിറ്റേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാകത്തിന് കുക്കായിട്ടുണ്ട്. നമുക്കിതിന്ന് വെള്ളം ഊറ്റി മാറ്റണം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിന് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്രോൺസ് മസാല ഞാനിപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നൂഡിൽസ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സോയാ സോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം.
പക്ഷേ എൻ്റെ ഈ മസാലയിൽ ലെമൺ ഫ്ലേവേർഡ് ആയതുകൊണ്ട് നമുക്കതിൽ പുളിയുണ്ട്. അതുകൊണ്ട് ഞാൻ വിനെഗർ ഒട്ടും ചേർത്തിട്ടില്ല. നമ്മുടെ പ്രോൺസ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ പ്രോൺസ് നൂഡിൽസ് ഞാനിവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ പ്രോൺസ് നൂഡിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കമൻറ്റ് എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. താങ്ക് യു.